ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ പുട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മുട്ട തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേമിയ ഉപ്പുമാവിനുള്ളത് സേമിയ നമുക്കെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് സേമിയ നമുക്കെടുക്കാം. എത്രയാണ് ആ സേമിയ വേണ്ടത് അത്രയും സേമിയ എടുക്കുക. അതിന് നികക്കെ എന്ന രീതിയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഉപ്പ് എന്തേരെയാണോ ഉപ്പ് ആവശ്യം, നമുക്ക് കൂടുതൽ ഉപ്പ് നമുക്കറിയാമല്ലോ, ഒരു കണക്കിനുള്ള ഒരു ഉപ്പിട്ട് ആ ഉപ്പ് വെള്ളം നമുക്ക് ഈ സേമിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. അതൊന്ന് കുതിർന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം കുറച്ച് മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വത്തൽമുളകിന് പകരം നമ്മുടെ കാന്താരി മുളകാണ്, ഉണക്ക കാന്താരിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ഉള്ളിയുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നൈസായിട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പോലെ ഒന്ന് വഴണ്ട് അത് റെഡ് കളറോ ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവണ്ട. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ, ക്യാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഇല്ലെങ്കിൽ പയറാണെങ്കിലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനകത്തോട്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് അത് നല്ലൊരു ഒരു കളർ ചേഞ്ചൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി, എരിവിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാല ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലോട്ടും ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുക്കാണ് മുട്ട ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയും അതേപോലെ തന്നെ നമ്മളിട്ട് പച്ചക്കറികൾ വഴറ്റിയെടുത്തിട്ടുള്ള സംഭവത്തിൻ്റെ കൂടത്ത് നല്ല പോലെ മുട്ടയൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും മുട്ട വേവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. നല്ലപോലെ ആ മുട്ട എല്ലാ പച്ചക്കറിയിലോട്ടും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ ഏറെക്കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ കുതിർത്തവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വെള്ളമുണ്ട്, അത് നമുക്കൊന്ന് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. വലിയ വെള്ളമൊന്നും വേറെ കിട്ടിയൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ നമ്മുടെ പുട്ടിനുള്ള സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുകുറ്റി എടുക്കുക, കുറച്ച് തേങ്ങ ഇടുക, കുറച്ച് ക്യാരറ്റ് ഇടുക. എന്നിട്ട് അത് ഞാൻ തികച്ചും ഓപ്ഷണലായിട്ട് ഇട്ടാൽ മതി. എന്തെങ്കിലും പച്ചക്കറി ഇടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ചുമ്മാ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേമിയയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കുറച്ചുകൂടി ഒന്ന് തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ആവി കയറ്റുന്നത് എൻ്റെ കുക്കറിലാണ് ആവി കയറ്റുന്നത്. അപ്പം കുക്കറിനകത്ത് നല്ല പോലെ ഒന്ന് ആവി കയറ്റി ഇത് കുറച്ച് അധികം സമയം വേവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേവിക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം വേവിച്ചാൽ നല്ലതായിരിക്കും. അപ്പം ഇവിടെ ഒരു 15 മിനിറ്റോളം നല്ല പോലെ ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. വല്ല പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ സേമിയക്കകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ
അങ്ങ് വാരിയിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ വലിയ പണിയില്ലേ, നമുക്ക് എപ്പോഴും പുട്ടുണ്ടാക്കുന്ന കുറച്ച് എളുപ്പമുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പല പല പുട്ടുകളൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന സംഭവമാണ്. ഇതാ നമ്മുടെ ഇവിടെ പുട്ട് റെഡിയായി. ഇനി ഇത് രണ്ടും കൂടി കഴിക്കുക എന്നാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു